അവകാശത്തിന്റെ പേരില് അജു എന്റെ മോളുടെയും കൂടെ ജീവിക്കാൻ തയ്യാറാവുന്നത്. നിന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള ഒരു ഒറ്റ അവകാശം മതി എനിക്ക്. എന്താ അത് പോരുന്നുണ്ടോ നിനക്ക്? ഞാനിനി വീട്ടിലേക്കില്ല. നിന്നോടൊപ്പം കഴിയണോ എനിക്ക്? സോറി, അത് പറ്റില്ല അജു. എന്താ എന്താ നീ പറഞ്ഞത്? എന്തുകൊണ്ട് പറ്റില്ല? കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ, വേണ്ടുന്നതെല്ലാം ഒരുക്കി നിന്റെ ജീവിതത്തിലേക്ക് എന്നെ കൂട്ടാൻ നീ കാത്തിരിക്കുകയാണെന്ന്. ആ പറഞ്ഞത് സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടാണെങ്കിൽ എന്റെ ഈ തീരുമാനത്തിന് നീ തടസ്സം പറയരുത്. പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അജു. പക്ഷേ നിങ്ങളുടെ ഭാര്യയായി സയന ആ വീട്ടിലുള്ളിടത്തോളം കാലം, അത് നിങ്ങളുടെ വീട്ടുകാർ അംഗീകരിക്കുന്നിടത്തോളം ഗായത്രിയും അവളുടെ കുഞ്ഞിനുമൊപ്പം അലൻ ജോസഫ് കഴിയില്ല, കഴിയാൻ പാടില്ല. ഗായത്രി? അതെ, ഗായത്രി തന്നെയാണ് പറയുന്നത്. അതാണ് അതിന്റെ ശരി. എന്റെ മോളുടെ അച്ഛനാണെന്ന അവകാശത്തിൽ നിങ്ങൾക്ക് എന്റെ ഒപ്പം കഴിയാമായിരിക്കും, സമ്മതിക്കുന്നു. പക്ഷേ അതോടൊപ്പം മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യയാണെന്ന അവകാശത്തിൽ നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലും കഴിയുന്നുണ്ട്. അവൾ നിയമപ്രകാരം നിങ്ങളുടെ ഭാര്യ തന്നെയാണ്, നിങ്ങൾ താലി ചാർത്തിയ പെണ്ണ്. എല്ലാ അവകാശങ്ങളോടും കൂടി അങ്ങനൊരു സ്ത്രീ അവിടെ കഴിയുമ്പോ ഞാൻ നിങ്ങളുടെ ആരാ? എന്ത് പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്നെ പരിചയപ്പെടുത്തും? അജു, പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. അജയ്ക്കൊപ്പം ജീവിക്കാൻ തന്നെ എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവാണെന്നും എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നും എല്ലാ അവകാശത്തോടു കൂടിയും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരാളെയാണ്. സയന നിയമപ്രകാരം നിങ്ങളുടെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം കാലം എനിക്കതിന് കഴിയില്ലെന്ന് നിങ്ങൾക്കും അറിയാം. ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അജോയാണ്, അജോ മാത്രം. പക്ഷേ ഗായത്രി, ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു താല്പര്യം അറിയിച്ചപ്പോഴേ അവളെ ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തിയ വ്യക്തി ഈ ഞാനാണ്. എനിക്ക് മാത്രമല്ല, അപ്പച്ചനും അവളുടെ ഈ പെരുമാറ്റം ഒട്ടും ഉൾക്കൊള്ളാനായില്ല. പക്ഷെ എന്തു ചെയ്യാലൻ, അവളുടെ വാശിയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ തനിക്കറിയാലോ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പണ്ട് അവൾ വാശി പിടിച്ചത് നേരും നിറയുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് അവൾ നിർബന്ധം പിടിക്കുന്നത് ന്യായമുള്ള കാര്യത്തിന് വേണ്ടിയാണെന്ന് മാത്രം. എന്ത് ന്യായമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവൾ ഈ വാശി പിടിക്കുന്നെന്ന സണ്ണിച്ചൻ പറഞ്ഞു വരുന്നത്? അവളോടൊപ്പം ജീവിക്കാനാവില്ല എന്ന് തുടക്കം മുതലേ ഞാൻ നിങ്ങളെല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതല്ലേ. അവളുമൊത്തുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഏറെക്കുറെ ബോധ്യമുള്ള ആളുമാണ് നിങ്ങൾ. ആ നിങ്ങളും ഇപ്പൊ അവളെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സണ്ണിച്ച. അലൻ, എന്റെ പെങ്ങളായതുകൊണ്ട് ഞാൻ അവളുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അലനും ഗായത്രിക്കും ഒപ്പം നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് നിങ്ങളുടെ ഭാഗത്തായിരുന്നു ശരി. എന്നുവെച്ചാ ഇന്ന് ഞങ്ങളുടെ ഭാഗത്ത് ന്യായവും നെറിയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. സണ്ണിച്ച, വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുത്. ഗായത്രിയുടെ കാര്യത്തിൽ അന്ന് എന്ത് നിലപാടായിരുന്നു ഞാൻ സ്വീകരിച്ചത്, അതേ നിലപാട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും. ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളോടൊപ്പം തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ പെങ്ങൾ എന്തിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതുകൊണ്ട് അവൾ എന്താ നേടിയത്? നോക്ക് സണ്ണിച്ച, ഇനി അവൾ എത്ര നന്നായിന്ന് അവകാശപ്പെട്ടാലും അതവൾ തെളിയിക്കാൻ ശ്രമിച്ചാലും ഒരു ജീവിത പങ്കാളിയായിട്ട് എനിക്ക് അവളെ കാണാൻ കഴിയില്ല. എന്നെ മാറ്റിയെടുക്കാന്ന് അവൾ വിചാരിക്കുകയും വേണ്ട. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിന് പൂർണ്ണ ഉത്തരവാദി സയനയാണ്. ആ സ്ത്രീയുമൊത്ത് ഇനി ഒരു ജീവിതം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. സണ്ണിച്ചനോടുള്ള എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ പറയുകയാണ്, എത്രയും വേഗം അവളെ എന്റെ വീട്ടിൽ നിന്ന് തിരിച്ചിറക്കിക്കൊണ്ട് പോകണം. എന്നിട്ടേ ഞാൻ ആ വീട്ടിലേക്കുള്ളൂ. ഇനി സണ്ണിച്ചൻ അതിന് തയ്യാറായില്ലെങ്കിൽ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞല്ലോ, സൈനയെ പിന്തിരിപ്പിക്കാൻ ഞാനും അപ്പച്ചനും ആവുന്നതും ശ്രമിച്ചതാ.
സ്വന്തം സഹോദരനെ കൊന്ന ഒരാൾക്കൊപ്പം എന്ത് കാരണത്തിന്റെ പേരിലായാലും ഒരു ജീവിതം വേണ്ടെന്ന് അവളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും നോക്കി. പക്ഷേ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അതിലാദ്യത്തെ കാരണം അലന്റെ കൈകൊണ്ടല്ല ബെന്നി കൊല്ലപ്പെട്ടത് എന്നത് തന്നെയാണ്. എന്നതാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇനി ഞങ്ങളിതെങ്ങനെ അറിഞ്ഞു എന്നാണെങ്കിൽ സൈനയോട് ഇക്കാര്യം പറഞ്ഞത് തന്റെ അളിയനാണ്, ജോസൂട്ടി. ജോസൂട്ടി ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിലെ മാനേജറാണെന്നറിയല്ലോ. എല്ലാവരും ഉപേക്ഷിച്ച് അവനെ ചെന്ന് കണ്ട് കമ്പനിയിൽ ഭേദപ്പെട്ടൊരു ജോലി കൊടുത്ത് വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സൈനയാണ്. അതിന് അയാളുടെ വക പ്രത്യുപകാരമായിരുന്നിരിക്കാം ഈ വെളിപ്പെടുത്തൽ. അങ്ങനെയാ എല്ലാവരും ഈ രഹസ്യം അറിയുന്നത്. ഇനി തനിക്ക് വേറൊരു കാര്യം കേൾക്കണം. ഗായത്രിയാണ് ബെന്നിയുടെ മരണത്തിന് കാരണക്കാരി എന്നറിഞ്ഞപ്പോൾ അവളെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ പൗലോസ് മുതലാളി. അപ്പച്ചനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിച്ചത് അവളാ, സൈന. പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ല. കഴിഞ്ഞ 3-4 കൊല്ലം കൊണ്ട് അവൾ ആകെ മാറിയിരിക്കുന്നു. സഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒക്കെ അവൾക്കിപ്പോൾ നല്ല ശീലമായിരിക്കുന്നു. തുടക്കത്തിൽ ഒക്കെ അവളുടെ അഭിനയമായിരിക്കുന്നു സംശയിച്ചവനായി ഞാൻ. പക്ഷേ അങ്ങനെയല്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന്. അവൾക്കിങ്ങനെയൊക്കെ മാറാൻ വേണ്ടി ഒരാളുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. അലൻ, തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, കഴിഞ്ഞതൊക്കെ താൻ മറക്കണം. പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞ് സണ്ണിച്ചൻ അവളെ അങ്ങ് വിശുദ്ധ പദവിയിൽ എത്തിച്ചല്ലോ. ഓ, അവള് നിങ്ങളുടെ പെങ്ങളാണല്ലോ. പക്ഷെ സണ്ണിച്ച, നിങ്ങൾ എത്രയൊക്കെ അവളെ വെള്ളപൂശി അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ മനസ്സിൽ അവൾ പഴയ സൈന തന്നെയാണ്. എന്റെ ജീവിതം നശിപ്പിച്ച പെണ്ണ്. ഇനി ആരൊക്കെ എന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവളുടെ ഈ ആഗ്രഹം നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ അവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നതാ നല്ലത്. ഞാൻ വിളിച്ചാൽ അവൾ വരുമായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നല്ലോ. ഞാനോ അപ്പച്ചനോ അലന്റെ വീട്ടുകാരോ പറഞ്ഞിട്ട് കൂട്ടി കേൾക്കാൻ അവൾ കൂട്ടാക്കുന്നില്ല. ഇനി അവളെ തനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആവാം, എനിക്കതിപ്പൊന്നുമില്ല. പക്ഷേ അത് അവൾ അപമാനിച്ച് ആട്ടിയിറക്കിക്കൊണ്ടായിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ താൻ അവളെ ഒഴിവാക്കുന്നത് എൻ്റെ അനിയനെ കൊന്നവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ തൻ്റെ ഭാഗത്ത് എനിക്കൊരു ന്യായവും കാണാൻ കഴിയുന്നില്ല അല്ലൻ. അതുകൊണ്ട് ആവേശത്തിൻ്റെ പുറത്ത് ഒരു തീരുമാനം എടുക്കരുത്. എനിക്കിതൊന്നും കേട്ടിട്ട് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല സണ്ണിച്ചായ. അലൻ എന്നെ ആ വീട്ടിൽ കാണുന്ന നിമിഷം മുതൽ അസ്വസ്ഥനാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അല്ലെങ്കിലും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറിയത്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല സൈന. അവന് നിന്നെ ഇപ്പോഴും ആവശ്യമില്ലെങ്കിൽ പിന്നെ നീ എന്നാത്തിനാ അവൻ്റെ ജീവിതത്തിൽ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്? നീ കാരണം ഇപ്പോൾ അതിൻ്റെ മാനക്കേടും ബുദ്ധിമുട്ടും സഹിക്കുന്നത് ഞാനും നിന്റെ പാപ്പിച്ചായനും ഒക്കെയാ. പൂക്കാടൻ പൗലോസിന്റെ മോളെ തനിക്ക് ആവശ്യമില്ലെന്ന് അലന്റെ മുഖത്ത് നോക്കിയാ വിളിച്ചു പറഞ്ഞത്. അതിൽ പല ഒരു നാണക്കേടുണ്ടോ നമുക്ക്? എന്റെ ഇച്ചായനെ കൊന്നവളുടെ കൂടെയാ എന്റെ ഭർത്താവ് കഴിയുന്നതെന്ന് പറയുന്ന നാണക്കേടിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഞാനിപ്പോഴും അയാളെ സ്നേഹിക്കുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്നത്. സണ്ണിച്ചായം വിഷമിക്കണ്ട. ഇപ്പൊ അനുഭവിക്കുന്ന ഈ നാണക്കേടൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. എങ്ങനെ അവനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നിന്റെ വെറും ഒരു വിശ്വാസം മാത്രമാണ്, നിന്റെ ഓവർ കോൺഫിഡൻസ്. പക്ഷെ അത് തെറ്റാണെന്ന് നീ മനസ്സിലാക്കി വരുമ്പോഴേക്കും വീണ്ടും നിന്റെ പേരും പറഞ്ഞ് 2 വീട്ടുകാരും പഴയതുപോലെ പടക്കിറങ്ങും. ഇനിയും പഴയതൊക്കെ ആവർത്തിക്കണോ മോളെ? ഈ വാശി നിനക്ക് ഉപേക്ഷിച്ചൂടെ? ഇത് വാശിയുടെ കാര്യമല്ല സണ്ണിച്ചായ.
എന്റെ അഭിമാനത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും പ്രശ്നോ? ചെയ്ത തെറ്റുകൾക്ക് എന്റെ സ്നേഹം കൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുന്നു. അതിലൂടെ അലന്റെയും അയാളുടെ വീട്ടുകാരുടെയും സ്നേഹം തിരിച്ചു പിടിക്കാനായാൽ ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതായിരിക്കില്ലേ സണിച്ചായ? ആ, നീ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ അത് നടന്നില്ലെങ്കിൽ പാഴായി പോകുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതമാണ്. നടക്കും, നടക്കും സണിച്ചായ. ഇപ്പൊ തന്നെ അലന്റെ വീട്ടുകാരെന്നെ അംഗീകരിച്ചില്ലേ? അതുപോലെ അലനും എന്റെ സ്നേഹവും ആത്മാർത്ഥതയും തിരിച്ചറിയും. അത് നേടിയെടുക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അതിന് അലൻ നിന്റെ അടുത്ത് വന്നിട്ട് വേണ്ടേ സൈന? നീ ആ വീട്ടിലുള്ളിടത്തോളം കാലം അയാൾ അവിടേക്ക് വരില്ലെന്ന് എന്നോട് തീർത്ത് പറഞ്ഞിട്ടാ അയാൾ പോയേക്കുന്നത്. ദേ നോക്ക്, 5 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് അപ്പനെ അമ്മച്ചിയും കാണാൻ എത്തിയതാണ് അലൻ. മകനെ കാണാൻ കുതിച്ചിരിക്കുന്ന ആ അപ്പനും അമ്മച്ചിക്കും അയാൾ മടങ്ങി വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന സങ്കടം എന്താണെന്ന് നിനക്കറിയാലോ. നീയാണ് അതിന് കാരണക്കാരി എന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ സ്നേഹിക്കാൻ തുടങ്ങിയ അതേ ആൾക്കാർ തന്നെ നിന്നെ അവിടെ നിന്ന് ആട്ടിയിറക്കും. അതിനുള്ള അവസരം നീയായിട്ട് തന്നെ ഉണ്ടാക്കണോ? ഒന്നും സംഭവിക്കില്ല സണിച്ചായ. ഇപ്പൊ അവിടെയുള്ളവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഞാൻ അവർക്കൊപ്പം ഉണ്ടാകണമെന്ന് തന്നെയാ. കാരണം അലനെ ഞാൻ സ്നേഹിക്കുന്നത് എത്ര ആത്മാർത്ഥമായിട്ടാണെന്ന് അവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനി അവരായിട്ട് എന്നെ ഇറക്കി വിടുവെന്ന ഒരു പേടിയും ഇച്ചായനും പാപ്പിച്ചായനും വേണ്ട. ഇനി ഇക്കാര്യം പറയാൻ വേണ്ടി നിങ്ങൾ ആരും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയും വേണ്ട. അലന്റെ അപ്പച്ചൻ ഇപ്പൊ വിളിച്ചിരുന്നു. നീ ഇവിടുന്ന് ഇറങ്ങിയോന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചത്. എന്താ സൈന, അവിടെ എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല ചേട്ടത്തി. ഞാനിന്ന് തിരിച്ചു ചെല്ലുവോ ഇല്ലയോ എന്ന് അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഡൗട്ട് കാണും. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചതാവും. കണ്ടോ ചായ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? എന്നെ കുറച്ചു നേരം കാണാതിരുന്നപ്പോ അന്വേഷിച്ചുള്ള വിളി വന്നത് കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾ ഇനി പല അത്ഭുതങ്ങളും കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ലേറ്റായാൽ അവരാകെ പരിഭ്രമിക്കും. ഇങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഞാൻ പഠിച്ചത് എന്റെ ഈ ചേട്ടത്തിയുടെ ജീവിതം കണ്ട. ബെന്നിച്ചായൻ പലപ്പോഴും ചേട്ടത്തി ഉപദ്രവിക്കുന്നത് കാണുമ്പോ ഒരക്ഷരം എതിർത്ത് പറയാതെ അതൊക്കെ സഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണെന്നും എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ എത്ര വേദനിപ്പിച്ചാലും അതൊക്കെ അനുഭവിക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിയണം. അല്ല ചേട്ടത്തി? ഞാനിതൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ ചേട്ടത്തിക്ക് ഇച്ചായനെ നഷ്ടപ്പെടില്ലായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടത്തി. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം, അല്ലേ? പോട്ടെ സണിച്ചയ. അപ്പോ ഡോക്ടർ ഗൗരിയുടെ സംശയം ശരിയായിരുന്നു അല്ലേ പവിത്രൻ? ശരിയായിരുന്നു ഡോക്ടറെ. ഇന്നലെ ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത്. പരിചയത്തിലുള്ള ഒരു ഡോക്ടറെ ഇത് കാണിച്ചപ്പോൾ അയാളാ പറഞ്ഞത് എന്റെ തൊണ്ടയ്ക്ക് ഈ അസുഖമാണെന്ന്. അപ്പം മുതലേ ഗൗരി ഡോക്ടറെയും പിന്നെ ഡോക്ടറെയും നേരിൽ വന്ന് കണ്ട് മാപ്പ് പറയണമെന്ന് ഒരേ ഒരു ബഹളമായിരുന്നു. രാവിലെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നിരുന്നു. അന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആളായതുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. അതാ പിന്നെ ഡോക്ടറെ വീട്ടിൽ വന്ന് കാണാമെന്ന് വിചാരിച്ചത്. ഞാൻ ആ കുട്ടിയെ വെറുതെ തെറ്റിദ്ധരിച്ചതായിരുന്നു. പണ്ട് ഞാൻ ആ കുട്ടിയോട് അല്ല ഡോക്ടറോട് കുറച്ച് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. ഞാൻ കരുതിയത് ആ കൊച്ച് അന്നത്തെ വൈരാഗ്യം തീർക്കാൻ പറയുകയായിരുന്നാ. നോക്കു പവിത്ര, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മുന്നിലിരിക്കുന്നത് അയാളുടെ പേഷ്യന്റ് മാത്രമാണ്. ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ ഒരു നല്ല ഡോക്ടർ മനസ്സിൽ എപ്പോഴും ദൈവസാന്നിധ്യം ഉണ്ടാവും. അല്ലാതെ അയാൾ ഒരിക്കലും
ഒരു ശത്രുവായിട്ടായിരിക്കില്ല കാണുന്നത്. ഗൗരി ഒരിക്കലും ശത്രുതാ മനോഭാവത്തോടെ ആയിരിക്കില്ല പവിത്രനെ നോക്കിയതെന്ന് എനിക്കറിയാം. ഇപ്പോ ഞങ്ങൾക്കും അത് ബോധ്യമായി ഡോക്ടറെ. ആ മോളെ ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്. ഡോക്ടർ ഒന്ന് വിളിച്ചു പറഞ്ഞാ ഞങ്ങളെ ആശുപത്രിയിലേക്ക് കയറ്റി വിടുമല്ലോ. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഗൗരി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ പോയാൽ മതി. ആ ഇരിക്കൂ. ശരി ഡോക്ടറെ. അവർ വന്നെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തൊക്കെയായിരുന്നു നിന്റെ പ്രകടനം? ത്രോട്ട് ഇൻഫെക്ഷനുമായി വന്നയാൾക്ക് ബയോപ്സി ടെസ്റ്റ് എഴുതിയെന്ന് പറഞ്ഞ് ആ പാവത്തിനെ ഇൻസൾട്ട് ചെയ്തിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? അവളുടെ ഡയഗ്നോസിസ് പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പറഞ്ഞ അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലേ? അവളോട് ഇങ്ങനെ ജലസി തോന്നാൻ മാത്രം ആ കുട്ടി എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നിന്റെ അകത്ത് സ്ട്രോസ് ഉണ്ട്. കുറച്ചു കാലത്തേക്ക് ആ പാവത്തിന്റെ ആത്മവിശ്വാസം കെടുത്തിയെന്ന് നിനക്ക് ആശ്വസിക്കാം. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല മോളെ. ഈ വാർത്ത മറ്റുള്ളവർ അറിയുമ്പോൾ അവളെ അകറ്റി നിർത്തിയിരുന്നവർ തന്നെ നാളെ അവളെ തേടിയെത്തും. അവളെ അംഗീകരിക്കും. സമ്മതിച്ചു, അവള് മിടുക്കി തന്നെയാ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന ഡാഡി പറയുന്നത്? നാളെ മുതൽ ഞാൻ അവളുടെ അസിസ്റ്റന്റായി പ്രാക്ടീസ് ചെയ്യണമെന്നോ? പറഞ്ഞാ മതി, ഞാൻ അതും ചെയ്യാം. അപ്പൊ ഡാഡിക്ക് സമാധാനാവുമല്ലോ. നിന്റെ പോക്ക് ഈ നിലയ്ക്കാണെങ്കിൽ അതിനുള്ള യോഗ്യത പോലും നിനക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നിങ്ങൾ അവളെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അതിനുവേണ്ടി മഹാത്ഭുതം ഒന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. ഒട്ടക്കണ്ണം മാവിലെറിഞ്ഞതുപോലെ അവള് പറഞ്ഞ ഏതോ ഒരു കാര്യം ശരിയായി. ഇതിന് മാത്രം ആവശ്യം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. രോഗം എന്താണെന്ന് പറഞ്ഞതല്ലാതെ അത് ചികിത്സിച്ച് മാറ്റിയൊന്നുമില്ലല്ലോ. അതിനിപ്പോ ഇവളുടെ നേരെ ചാടി തുള്ളേണ്ട കാര്യമില്ല. ആദ്യം രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെയാടി ഒരു ഡോക്ടർ മിടുക്ക്. ഒരു സാധാരണ ചെക്കപ്പിലൂടെ അവളത് കണ്ടുപിടിച്ചെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാനുള്ള കഴിവും ദൈവാനുഗ്രഹവും അവൾക്കുണ്ടാവും. നീ കണ്ടോ, നിനക്ക് നിന്റെ മോൾക്കൊക്കെ നാളെ അവളുടെ ഉയർച്ച കണ്ട അസൂയപ്പെടാനേ യോഗം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ സ്വയം നന്നാവാനുള്ള മനസ്സുണ്ടാവണം. അതുമില്ല. ഇനിയിപ്പോ ഇവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയാൽ പോലും നീയായിട്ട് സമ്മതിക്കില്ലല്ലോ. ഇനി മേലാൽ നീ അനാവശ്യമായി ഗൗരിയുടെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ അറിഞ്ഞ അവള് കേറി അങ്ങ് സ്റ്റാർ ആവുമോ മോളെ? ആയില്ലെങ്കിലും നിന്റെ ഡാഡി നിലത്തെങ്ങും ആയിരിക്കില്ല. ഇല്ല മമ്മി, അവൾ അങ്ങനെ ഒരുപാട് നാളൊന്നും ഷൈൻ ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. വരൂ. എന്താ ഡോക്ടർ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? പറയാം. തന്റെ ഡയഗ്നോസിസ് കറക്റ്റ് ആയിരുന്നു. പവിത്രന് ക്യാൻസർ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള
ബയോപ്സി റിസൾട്ടാ. ഇതാ. എന്നോട് ക്ഷമിക്കണം മോളെ. എന്റെ വിവരക്കേടിന് ഞാൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തരികയും ചെയ്തു. അങ്കിൾ എന്നോട് സോറി പറയണ്ട. പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോ എനിക്ക് സംശയം തോന്നിട്ടാ ഞാൻ ഈ ടെസ്റ്റിന് പറഞ്ഞത്. അല്ലാതെ അങ്കിളിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയൊന്നുമല്ല. മനസ്സിലായി മോളെ. അതുകൊണ്ടാ മോളെ നേരിട്ട് കണ്ട് മാപ്പ് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അങ്കിള് പേടിക്കണ്ട. ബിഗിനിങ് സ്റ്റേജാ. നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയത് ഭാഗ്യമായി. ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങണം. എന്നെ ഗൗരിമോള് ചികിത്സിച്ചാ മതി. അതാവുമ്പോ എനിക്ക് വിശ്വാസ. അയ്യോ ഞാൻ പോരാ. അതിനൊക്കെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഉടൻ തന്നെ RCCയിൽ അഡ്മിറ്റ് ആവണം. പിന്നെ കുറച്ച് കാശ് ചെലവുണ്ട്. നിങ്ങൾക്കതൊന്നും പ്രോബ്ലം ആവില്ലല്ലോ. ഇപ്പൊ പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല മോളെ. ചേട്ടന്റെ ബിസിനസ് ഒക്കെ തകർന്നു നിൽക്കുക. പെങ്കൊച്ചിന്റെ കല്യാണം നടത്തണമെങ്കിൽ വീടും പറമ്പും വിൽക്കേണ്ട ഗതികേടില്ല. അതിന്റെ കൂടെ ഇപ്പൊ ഇതും കൂടി ആയപ്പോ